ഈ അടുത്ത് മൈത്രേയൻ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ലോക്കറ്റ് സ്ത്രീകൾ ഇടുന്നത് അവരുടെ ലോക്കറ്റ് കിടക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ ആകർഷിക്കാനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള സ്ത്രീകളുടെ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് ഇത്. എനിക്ക് തോന്നി, ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാര്യത്തിന് ഒരു ശരിയും ഒരു തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലുള്ള എവിടേക്കോ ആണ് ഈ ശരികൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് ഓർ വൈറ്റ്. അത് രാഹുൽ തന്നെ പറഞ്ഞ് പലപ്പോഴും ഞാൻ രാഹുലിനോട് എതിർത്ത് പിന്നെ അതാണ് അതിൻ്റെ സത്യം എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ കേസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ശരിയാണ്. പക്ഷെ ഇപ്പം മൈത്രേയൻ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, അത് ഭയങ്കര കൂടിപ്പോയൊരു കാര്യമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ലോക്കറ്റ് ഇടുന്നത് ആ ലോക്കറ്റിൻ്റെ ഇറക്കം ഇവിടെയും ആവാം ഇവിടെയും ആവാം, കുറച്ച് കയറിക്കിടും. പക്ഷെ ലോക്കറ്റ് ഇടുന്നതിനെ ഒന്നടങ്കം ബ്ലാങ്കറ്റായിട്ട് ഒരു ബ്ലാങ്കറ്റ് രീതിയിൽ ലോക്കറ്റ് ഇടുന്ന അങ്ങോട്ട് ശ്രദ്ധ ആകർഷിക്കുകയാണെന്ന് പറയുന്നത് അതൊരു വളരെ കൂടിപ്പോയൊരു ഇതല്ലേ. അതേപോലെ തന്നെ ഈയിടെ ഞാൻ കണ്ടു, എവിടെയോ നമ്മുടെ രാജ്യത്തല്ല കേട്ടോ, ഏതൊരു ഏഷ്യൻ കൺട്രിയിലാണ് റെഡ് ലിപ്സ്റ്റിക് ഇസ് ബാൻഡ്. റെഡ് ലിപ്സ്റ്റിക് ലേഡീസ് ഇടുകയാണെങ്കിൽ അത് ചുണ്ടിലേക്ക് ആകർഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതും ഭയങ്കര ടൂ മച്ച് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം റെഡ് ലിപ്സ്റ്റിക് ഇടണോ വേണ്ടിയോ എന്നുള്ളത് ഒരാളുടെ ഒരു ഇതാണ്. അങ്ങനെയാണ് റെഡ് വേണമെന്നില്ല. ഞാനൊരു പിങ്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും ചില പുരുഷന്മാർക്ക് പിങ്ക് ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും ആകർഷണം തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാതിരിക്കണ്ടേ. അപ്പം ഇത് എവിടേക്കോ ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ശരി എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ഒരു മിക്സാണ്. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇതൊന്നും ബോധർ ചെയ്യേണ്ട, ഫുൾ ഫ്ലാഷി റെഡ് ലിപ്സ്റ്റിക്കും ഇറക്കമുള്ള ബ്ലൗസ് വിട്ട് നടക്കാനാണോ നമ്മൾ വേണ്ടേ? നോ. പക്ഷെ ഇറ്റ്സ് എ ബാലൻസ് ഓഫ് ഹൗ ടു ബി ഫാഷനബിൾ യെറ്റ് നോട്ട് വൾഗർ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു ബാലൻസ് ആണ് ഇതിൻ്റെ ശരി എന്ന് പറയുന്നത്. അപ്പം ഒരാൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഐ തിങ്ക് ഇറ്റ് ഇസ് ദി മിഡ് ഓഫ് ഓൾ ഇറ്റ്. ഇപ്പം ഐ എം മോർ ഇൻക്ലൈൻ ടുവേർഡ്സ് ബീങ് മോർ കെയർഫുൾ. കുറച്ചുകൂടി കെയർഫുൾ ആൻഡ് സേഫ് ആൻഡ് ട്രഡീഷണലിലേക്കാണ് ഞാൻ കൂടുതൽ. ഞാൻ വളർന്നത് അങ്ങനെയാണ്. ഞാൻ വളരെ സേഫ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. എനിക്കൊരു മകളുണ്ടായിരുന്നെ ഞാൻ അങ്ങനെ അവളെ വളർത്തത്തുള്ളൂ. അതിൽ ശരിയില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശരിയുമുണ്ട്. അതുകൊണ്ട് ഒരു അബദ്ധത്തിലും പോയി നമ്മൾ ചാടത്തില്ല. അതേസമയം പുറത്തൊരു ആൾക്ക് അവളുടേതായ വേറെ കാഴ്ചപ്പാടുകളുണ്ടാവും. ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇതുപോലത്തെ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇടുന്നു എന്നുള്ള അവിടെ വേറെ രീതിയായിരിക്കും അവൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ എന്നും നമ്മളൊരു സൊസൈറ്റിയിലാണെന്നും ചുറ്റുമുള്ളവരുടെ കണ്ണ് ഏത് രീതിയിലാണെന്നും ഒന്നും ആലോചിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിയാൽ അത് വലിയ അപകടത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ടുചെല്ലും. ഇതാണ് അതിൻ്റെ ഒരു ജസ്റ്റ് എന്ന് പറയുന്നത്. അത് വസ്ത്രധാരണം ആവാം, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയായിരിക്കാം, ചിലപ്പോൾ ലിപ്സ്റ്റിക് ആവാം, എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് വാട്ട് സൊസൈറ്റി ഐ എം ഇൻ. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യവും കൂടെ അതിലേക്ക് ബ്ലെൻഡ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഏത് സൊസൈറ്റിയിലും ഒരു പ്രശ്നത്തിലും പോകാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇതിന് രണ്ടിനെയും കൂടി ഒരു മിക്സാണ് ആ ഒരു